ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയിലെ ചാലക്കുടി വലതുകര കനാൽ പുനരുദ്ധാരണത്തിലെ അഴിമതി കേസിൽ പ്രതികൾക്ക് 3 വർഷം വീതം തടവും 6 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. തൃശൂർ വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 51 പ്രതികളുള്ള കേസിൽ ഒരു പ്രതിയെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. ഇറിഗേഷൻ കനാലിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് കരാർ നൽകിയതിൽ സർക്കാരിന് 1 കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. വിവിധ വകുപ്പുകളിലായി 3 വർഷം തടവും 6 ലക്ഷം രൂപ പിഴയുമാണ് പ്രതികൾക്കുള്ള ശിക്ഷ. 51 പ്രതികളുള്ള കേസിൽ ഒരാളെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി. 6 പേർ വിചാരണയുടെ വിവിധ ഘട്ടങ്ങളിൽ മരണമടഞ്ഞു. മറ്റൊരാളെ 3 കേസുകളിൽ കുറ്റവിമുക്തനാക്കിയെങ്കിലും 2 കേസുകളിൽ ശിക്ഷിച്ചു. ബാക്കി 43 പേർ തടവും പിഴയും ഉൾപ്പെടെ മുഴുവൻ ശിക്ഷയും അനുഭവിക്കണം. ഈ കേസ് വന്നതിന് ശേഷം വിജിലൻസിൻ്റെ പരിശോധനയിൽ വേണ്ടത്ര സാധന സാമഗ്രികൾ ചേർക്കാതെ ഉള്ള പണിയിലൂടെ ഗവൺമെൻറ്റിന് ഏകദേശം 1,05,72,919 രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് വിജിലൻസ് എടുത്തിട്ടുണ്ടായിരുന്ന കേസ്. 2003-2004 കാലഘട്ടത്തിലാണ് ഇടമലയാർ കനാൽ അഴിമതി നടന്നത്. വിവരാവകാശ പ്രവർത്തകൻ PL ജേക്കബ് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് അന്വേഷണം. 8 കിലോമീറ്റർ നീളമുള്ള കനാലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 200 മീറ്റർ മുതൽ 300 മീറ്റർ വരെ വിവിധ കരാറുകാർക്കായി 1-ാം പ്രതിയായ TR ശൈലേഷ് എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വീതിച്ചു നൽകി. യഥാർത്ഥ എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഇരട്ടിയിലധികം തുകയാണ് ടെൻഡറിൽ കാണിച്ചത്. പല കാരണങ്ങൾ പറഞ്ഞ് പിന്നീട് കരാർ തുക വർദ്ധിപ്പിച്ചും അഴിമതി നടത്തി. പരാതി നൽകിയ തനിക്ക് നേരെ ഗുണ്ടകളെ ഉപയോഗിച്ച് പ്രതികൾ ആക്രമണം നടത്തിയെന്നും PL ജേക്കബ് പറഞ്ഞു. 2 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് പ്രതികളെ മുഴുവൻ ശിക്ഷിച്ചുകൊണ്ടുള്ള വിജിലൻസ് കോടതി വിധി വന്നിരിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.